ഹായ് ഹലോ കൂട്ടുകാരെ, കറ്റാർ വാഴ നമ്മുടെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടല്ലേ. ഇപ്പം പ്രത്യേകിച്ച് കറ്റാർ വാഴ ഇല്ലാത്ത വീടുകളില്ല. ഇതിന് കുറച്ച് കാര്യങ്ങൾ കൂടെ ഉണ്ട്. കറ്റാർ വാഴ നമ്മൾ ഇപ്പോൾ ഒരു ചെറിയ തണ്ട് വളർത്താൻ നോക്കിയാൽ ഇച്ചിരി കഴിയുമ്പം അതിനെ നമ്മൾ പരിചരിക്കും പോലെ ഇരിക്കും കേട്ടോ. ഇച്ചിരി കഴിയുന്നോടം അത് നല്ല ബലപ്പെട്ട് വരികയും ചെയ്യും, വേഗം വളർന്ന് പന്തലിക്കുകയും ചെയ്യും. പന്തലിക്കും എന്ന് വെച്ചാൽ നല്ല വിളവ് തരും അത് നമ്മൾ പരിചരിക്കുന്നത് കറക്റ്റാണെങ്കിൽ. പിന്നെ ഇതിന് കുറച്ച് കാര്യങ്ങളുണ്ടെന്ന് വെച്ചാൽ, കറ്റാർ വാഴ ചെറിയ തണ്ട് നമ്മൾ നടുവാണെങ്കിൽ അതിൽ ചെറിയ ചെറിയ ഇലകൾ മാത്രമേ വരുള്ളൂ, നീളത്തിലുള്ള ഇലകൾ മാത്രമേ കുഞ്ഞതുള്ള കറ്റാർ വാഴ നട്ടാൽ വളരുകയുള്ളൂ. പക്ഷെ അങ്ങനെ വളർന്ന് നമുക്ക് കറ്റാർ വാഴ പുല്ല് പോലെ കിട്ടിയിട്ട് ഒരു കാര്യമില്ല. നമുക്ക് കിട്ടണമെങ്കിൽ ഇതുപോലെ നല്ല അതിൻ്റെ അകത്ത് ദശകളുള്ള കറ്റാർ വാഴ ആയിട്ട് വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്കതിനെ കൊണ്ട് ഗുണമുണ്ടാവുള്ളൂ. പിന്നെ അതത്രയും വളർന്നു വരാൻ ഇച്ചിരി പ്രയാസമുണ്ട്. അതുപോലെ ഉപ്പുള്ള മണ്ണൊക്കെ ആണെങ്കിൽ വളർന്നു വരാൻ ഇച്ചിരി പ്രയാസമാണ്. ഇവിടെയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ കാണുന്ന പോലെ നമ്മൾ കറ്റാർ വാഴ നമ്മളെ വീട്ടിലുണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടായിട്ട് നമുക്ക് കിട്ടിയിട്ട് ഒരു കാര്യമില്ല. കാരണം കുഞ്ഞു കുഞ്ഞു ഇലകളാണ്, അതിൻ്റെ പുല്ലുപോലെയുള്ള ഇലകളാണ് അതിലുള്ളത്. ഇതുകൊണ്ട് ഇങ്ങനെ കിട്ടിയിട്ട് നമുക്ക് എന്താ കാര്യം? അതിനൊന്നും ചെയ്യാൻ നമുക്ക് പറ്റൂല. നേരെ മറിച്ച് ഇതുപോലെയാണെങ്കിൽ കറ്റാർ വാഴ അതിൻ്റെ അകത്ത് മൊത്തം ദശകളാണ്. അതുകൊണ്ട് മരുന്നുണ്ടാക്കാനായാലും ഇനി ജ്യൂസ് ഉണ്ടാക്കാനായാലും ഇനി ഫുഡിൽ ഇതിൻ്റെ അംശങ്ങൾ ചേർക്കാനായാലും പോലും നമുക്ക് യഥേഷ്ടം ഉപയോഗിക്കാൻ സാധിക്കും. ഇവിടെയൊക്കെ നമ്മൾ മണ്ണ് വാങ്ങിയിട്ടാണ് ഇങ്ങനെ ഇട്ട് നിറക്കണത്. എന്നാൽ ഇതുപോലെ നല്ല നല്ല ഇലകൾ അതിന് കിട്ടുള്ളൂ. അതിൻ്റെ ദശകളോടെ വളർന്ന് വരണമെങ്കിൽ ഇതുപോലെ മണ്ണ് വാങ്ങിയിട്ടിടണം. അല്ലെങ്കിൽ ഇവിടുത്തെ മണ്ണ് ഉപ്പ് അംശം ചേർന്നിട്ടുള്ള മണ്ണായതുകൊണ്ട് ഇങ്ങനെ വളർത്തിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് നമുക്ക്. എന്നിരുന്നാലും നമ്മൾ ആരെയും വീട്ടിലില്ലാണ്ടിരിക്കുകയല്ല. ഇവിടെ വന്നിട്ട് പോലും ഒരു തണ്ട് നട്ടിട്ട് വലുതാക്കിയതാണ് കേട്ടോ. ഇത് കണ്ടാൽ നല്ല ഭംഗിയുണ്ട്. അപ്പം നമ്മൾ എണ്ണകൾ നമ്മൾ നാട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്ന എണ്ണ തീർന്ന ശേഷം ഇവിടുന്ന് ഒരു കമ്പ് വാങ്ങിയിട്ട് നട്ട ഒരു കറ്റാർ വാഴയാണിത്. അപ്പോൾ അതിന് മണ്ണ് വാങ്ങിയിട്ടിട്ടതിന് ശേഷം നല്ല പുഷ്ടിയോടെ അത് വളർന്നു, നല്ല ഇലകൾ അതിലും ദശകളുള്ള ഇലകൾ തരികയും ചെയ്തു. ഞാൻ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഇതിൻ്റെ ദശകൾ എണ്ണ തീർന്ന ശേഷം എണ്ണ കാച്ചാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ദശകൾ മുറിച്ചിട്ട് അതിൻ്റെ അകത്ത് ഇതിൻ്റെ ഇലകൾ മുറിച്ചിട്ട് അതിൻ്റെ മുള്ളും ഒക്കെ കളഞ്ഞിട്ട് അതിൻ്റെ ദശകൾ എടുത്തിട്ട് ഞാൻ എണ്ണ ഇവിടുന്ന് കാച്ചാറുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പുറത്തുനിന്ന് വാങ്ങുന്ന എണ്ണയിനേക്കാളും നല്ലത് അതല്ല, നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പം ദശകൾ കിട്ടണമെങ്കിൽ ഇത്രയും ഇല വളർന്ന് നല്ല വീതിയോടെ വളർന്നാൽ മാത്രമേ അതിൻ്റെ അകത്ത് ദശകൾ ഉണ്ടാവുള്ളൂ. പിന്നെ ഇത് നമ്മളെ ഫ്രണ്ട് ഡോറിൻ്റെ ആ ഭാഗത്തൊന്നും വെക്കാൻ പാടില്ല എന്ന് പറയുന്നിട്ടുണ്ട്. അപ്പോൾ ഒരു സൈഡിലോട്ട് മാറ്റി വെച്ചതാണിത്. അതുപോലെ ഇതിൻ്റെ ദശകൾ എടുത്തിട്ട് ഞാൻ ജ്യൂസ് ഉണ്ടാക്കിയിട്ടും കഴിക്കാറുണ്ട്. വയറിന് നല്ലതാണ്, ശരീരത്തിന് എന്തിനും നമുക്ക് നല്ലതാണ് കറ്റാർ വാഴ. അധികം എല്ലാ മരുന്നുകളിലും യൂസ് ചെയ്യുന്നതാണ്, നമുക്കറിയാമല്ലോ. എന്നാലും കൂടുതൽ ഇത് നമുക്ക് എണ്ണ കാച്ചാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പം എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ പോലും, നാട്ടിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ പോലും ഞാൻ തൊട്ടപ്പുറത്തുള്ള റൂമിൽ അവരോട് ഞാൻ പറയും ഇതിന് ഇച്ചിരി വെള്ളം ഒഴിച്ചയക്കണേ, ഞാൻ തിരിച്ച് വന്ന ശേഷം ഞാനത് എടുത്ത് കൊണ്ടുപോയിക്കോളാം. ഞാൻ അവരുടെ റൂമിൻ്റെ അവരുടെ ഫ്ലാറ്റിൻ്റെ സൈഡിൽ ഞാൻ വെച്ച് കൊടുത്തിട്ടാണ് ഞാൻ പോവാറുള്ളത്. അപ്പം ഞാൻ എന്നും വെള്ളം ഇതിനിടാറുണ്ട്. ആ വെള്ളം ഇട്ട് പരിചരിക്കുന്നതിൻ്റെ ആ ഗുണമാണ് ഈ ഇലക്ക് കാണുന്നത്. വേറെ വളങ്ങളായിട്ട് ഞാനൊന്നും ഉപയോഗിക്കാറില്ല. എന്നിരുന്നാലും ഇത് ഒരു തണ്ട് നമുക്ക് എന്തായാലും വേണം. ഏതൊരു കാര്യത്തിന് നമുക്ക് കറ്റാർ വാഴ വേണം. പ്രത്യേകിച്ച് ഹെയർ നന്നായി പരിചരിക്കുന്നവരെ കാര്യമാണ് ഞാൻ പറഞ്ഞിട്ടോ. എണ്ണ കാച്ചാനും അതുപോലെ നമുക്ക് ജ്യൂസാക്കി കുടിക്കാനും, അല്ലെങ്കിൽ അതിൻ്റെ ജ്യൂസ് എന്തെങ്കിലും ഫുഡിൽ ഉൾപ്പെടുത്തണമെങ്കിലൊക്കെ ഇതാണ് യൂസ് ചെയ്യാറുള്ളത്. പ്രത്യേകിച്ച് മരുന്നുകളൊന്നും അങ്ങനെ അതിന് കീടനാശിനികളോ ഒന്നും ഇടാറില്ല, ഒരു വളവും ഇടാറില്ല. അതാണ് അതിൻ്റെ പ്രത്യേകത. എന്നിട്ട് പോലും എത്രയും നന്നായിട്ട് അതിൻ്റെ ഇല കിടക്കണമെന്ന് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. വെറും വെള്ളം മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. മണ്ണ് ഞാൻ വാങ്ങിയിട്ടാണ് ഇട്ടത് കേട്ടോ. ഇവിടുത്തെ ഉപ്പ് മണ്ണല്ല ഞാൻ അതിലിട്ടിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ.